ഹലോ, നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. അത് മറ്റെങ്ങോട്ടുമല്ല, പത്തനാപുരത്തേക്കാണ്. ഞാൻ മുമ്പ് ആ ഇടം സന്ദർശിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെയും തണലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നിഴലാട്ടം കാണുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ്. ഡോക്ടർ സോമരാജൻ സാറുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തായാലും ആ തണൽ മരത്തിലേക്ക്, ആ തണലിൻ്റെ ഇടത്തിലേക്ക് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഞങ്ങൾ പത്തനാപുരത്തേക്ക് 3-4 സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളെ പലരെയും കയറ്റേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഒരു യാത്രാവേളയിൽ കണ്ടുമുട്ടിയ ആരോഗ്യമില്ലാത്ത ഒരമ്മ, 86 വയസ്സുണ്ട്. ആ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് ഒരു കൊച്ചു കെട്ടിടത്തിൽ, വാടക കെട്ടിടത്തിൽ ആരംഭിച്ചതാണ് കാത്തിപ്പ്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയം കൊടുക്കുന്ന ഒരു സംരംഭമായി മാറി. വന്ന് കണ്ടപ്പോൾ ഇവിടെ ഉള്ളവരെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ. കാരണം അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനയും എന്താണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഇതാണ്. മനസ്സുകൊണ്ട് പോലും അഹങ്കരിക്കാത്ത മനുഷ്യരാരുമില്ല. പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ ഈ പടി ഇറങ്ങുമ്പം വീണ്ടും നമ്മളിൽ അഹങ്കാരം ഉടലെടുത്തേക്കാം. എങ്കിലും ഈ പടിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളാരും ഒന്നുമല്ല എന്ന് ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നു. എനിക്കിനി കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശ്വരൻ ഈ സ്ഥാപനത്തെയും ഇതിനു വേണ്ടി 1 രൂപയെങ്കിലും ചെലവാക്കാൻ കൊടുത്തിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ദൈവം നാളെ അത് സഹായിക്കാൻ ആയുസ്സും ആരോഗ്യവും സമ്പത്തും കൊടുക്കണമെന്ന് മാത്രം ഞാൻ ദൈവത്തിനോട് അദ്ദേഹം പലപ്പോഴും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സമുന്നത പ്രതിഭയായ സോണി ബി തങ്ങമ്മ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ CPIയുടെ സമുന്നതനായ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങൾ ഗാന്ധി ഭവനോടൊപ്പമായിരുന്നു. രോഗാതുരനായ അദ്ദേഹത്തെ അവസാന ഘട്ടത്തിൽ ശുശ്രൂഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ കാലത്ത് ഇവിടെ നിരന്തരമായി തൻ്റെ സഹോദര സുഹൃത്തായ സോണി ബി തങ്ങമ്മത്തിനെ കാണാനെത്തിക്കൊണ്ടിരുന്ന WJ ജസ്റ്റിൻ അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്നു. അദ്ദേഹത്തെ അവരുടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം കടന്നു വന്നിട്ടുള്ള ബാബു കെ വർഗീസ്, പത്രപ്രവർത്തകനായ അദ്ദേഹത്തെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എത്തിയ MJ അഗസ്റ്റിൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബെർണാഡ് ദേവസി അദ്ദേഹത്തെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്തിയ സഹോദരൻ അഗസ്റ്റിൻ്റെ സഹോദരമണി ശ്രീമതി പുഷ്പ അഗസ്റ്റിൻ ആമതിയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജതിനിയും ആദരവോടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇന്ന് നമ്മളിവിടെ ഒരു പ്രഭാഷണം കേട്ടു. പെട്ടിക്കവല